ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. പാചകവാതകത്തിന്റെ അനിയന്ത്രിതമായ വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടത്തിയ സംസ്ഥാന വ്യാപകമായ ഹോട്ടൽ അടച്ചിടൽ വടക്കാഞ്ചേരിയിൽ പൂർണ്ണം. ബുധനാഴ്ച രാവിലെ ആരംഭിച്ച 24 മണിക്കൂർ സമരം ഹോട്ടൽ മേഖലയെ പൂർണ്ണമായും നിശ്ചലമാക്കി. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവെച്ചതോടെ സാധാരണക്കാരും യാത്രക്കാരും ദുരിതത്തിലായി. വടക്കാഞ്ചേരി നഗരത്തിലെയും ഓട്ടുപാറയിലെയും പ്രമുഖ ഹോട്ടലുകളെല്ലാം അടഞ്ഞുകിടന്നു. സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വലിയ ആശ്വാസമായിരുന്ന ഓട്ടുപാറയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പോലും അടച്ചിട്ടത് ജനങ്ങളെ ഏറെ വലച്ചു. പാചകവാതകത്തിന്റെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്നും ഇനിയും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വടക്കാഞ്ചേരിയിലെ പ്രമുഖ ഹോട്ടൽ ഉടമ മുജീബ് പറഞ്ഞു. KHRയുടെ ഒരു സൂചന പണിമുടക്കാണെന്ന്. ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർധന തന്നെയാണ് കാരണം. അത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ടത് വില കുറച്ചില്ലെങ്കിൽ ഹോട്ടലൊക്കെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ് മേഖല. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഒരു ഇരുട്ടടി എന്നോണം നമുക്ക് 1000 രൂപ വില വർധനമാണ് നമുക്കിപ്പോൾ ഗ്യാസ് ഒരു കുറ്റിയുമേ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഭീമമായ തുക നമുക്ക് അതിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണ സാധനങ്ങളുടെ വില ഒരുപാട് മാർജിനിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ. അപ്പോൾ സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് റേറ്റ് കുറച്ചില്ലെങ്കിൽ നമുക്ക് ഇത് അടച്ചുപൂട്ടേണ്ടി വരും. കച്ചവടത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണിക്കാരുടെ ലഭ്യത കുറവും സാധനങ്ങളുടെ റേറ്റും എല്ലാം കൂടിയിട്ട് നമുക്കിത് അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഓണർമാരും നിൽക്കുന്നത്. കാറ്ററിംഗ് ആയാലും ബേക്കറി ആയാലും എല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്? അവൈലബിലിറ്റി നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. നമുക്കൊരു എൻ്റെ റെസ്റ്റോറൻറ്റിലും എനിക്ക് ഡെയിലി ഒരു 5 സിലിണ്ടറാണ് നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് 2ഉം 3ഉമായിട്ട് കുറച്ചിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് ടൈമിംഗ് കുറച്ചിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, മീൽസ് ഇല്ല, സ്നാക്സ് ഇല്ല. അപ്പോൾ അതന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഒരു വർധനവും കൂടി വന്നപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായി സമിതി, ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണറേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. You are watching VCV News.